പോലും നമ്മൾ കോൺഗ്രസിന്റെ പതനം ഒരാളും ആഗ്രഹിക്കുന്നില്ല. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഒന്നാം UPA സർക്കാരിന്റെ വിജയവും നമുക്ക് കാണാൻ കഴിഞ്ഞത്. യഥാർത്ഥത്തിൽ എല്ലാവരും കൂടി ചേർന്നുകൊണ്ടുള്ള മതേതര മുന്നണി എന്നുള്ള രീതിയിലുള്ള ഒരു മുന്നണി സംവിധാനമാണ് ഇന്ത്യയിൽ നമ്മൾ നടപ്പിലാക്കിയത്. അതിന്റെ ഭാഗമായിട്ടുള്ള തന്നെ ഈ ഷാർജ ഇന്ത്യൻ അസോസിയേഷനിൽ ആ ഒരു രീതിയിൽ ഉള്ള ഒരു സംവിധാനമാണ് ഇത്തവണ നമ്മൾ പടുത്തുയർത്തിയിട്ടുള്ളത്. അത് കോൺഗ്രസ്സുകാരെ അംഗീകരിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്ത്യൻ അസോസിയേഷനെ കുറിച്ച് വ്യക്തമായിട്ട് അറിയാവുന്ന നമുക്കെല്ലാം അറിയാം. ഇതിൽ മെമ്പർമാരായിട്ടുള്ളതിൽ ഭൂരിഭാഗവും കോൺഗ്രസ്സുകാർ തന്നെയാണ്. കോൺഗ്രസ്സുകാർ തന്നെ പലവിധ സംഘടനകളുടെ പേരിലാണ് ഇവിടെ പല രീതിയായിട്ട് മാറി മാറി നിൽക്കുകയും മത്സരിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതിനെ അംഗീകരിക്കുന്നതിൽ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇവിടെ നമ്മൾ വന്നിട്ടുള്ളത് യഥാർത്ഥത്തിൽ സാമൂഹ്യ പ്രവർത്തനം നടത്തുക, ഈ അസോസിയേഷൻ ഉപയോഗിച്ചുകൊണ്ട് കുറച്ചധികം പ്രവാസികൾക്ക് എന്തെങ്കിലുമൊക്കെ സഹായം നമുക്ക് ചെയ്യാൻ കഴിയുമെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് ചെയ്യുക എന്നുള്ള ലക്ഷ്യമാണ്. അതിനകത്ത് ഇടതോ വലതോ എന്നൊന്നും നോക്കാതെ കൃത്യമായി എല്ലാവരും കൂടി ഉള്ള ഒരു മുന്നണി എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ മുന്നണിയെ യഥാർത്ഥത്തിൽ കാണുന്നത്. ശരി.